എന്നെ ചോദിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫിയാണ്. അബ്ദുൽ മാലിക് സലഫിയുടെ ഇതിന് തൊട്ടു മുന്നുള്ള ഒരു സംസാരത്തിൽ ഇസ്ലാമിൽ പുതുതായി ഒന്ന് കൂട്ടിച്ചേർത്താൽ അവരുടെ അവസാനം പരാജയമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ ജുമാ ഖുത്ബയുടെ ഒരു വിഷയത്തിലേക്ക് വരികയാണ്. മുജാഹിദുകൾ ഖുത്ബ മലയാള ഭാഷയിൽ നിർവഹിക്കുന്നു, സുന്നികൾ അറബി ഭാഷയിൽ. അപ്പോൾ എത്ര കാലമായി ഈ ഖുത്ബ അറബി ഭാഷയിൽ വന്നിട്ട്? അതിന്റെ മുന്നേ ഇവിടെ എത്ര കാലമായി ഖുത്ബ മലയാള ഭാഷയിൽ വന്നിട്ട് എന്ന് തൊട്ടാണ്? എത്ര വർഷമായി ഖുത്ബ മലയാള ഭാഷയിൽ ഓതാൻ തുടങ്ങിയത്? അതിന് മുന്നേ ഖുത്ബ ഏത് ഭാഷയിലായിരുന്നു? മാത്രമല്ല, ജുമാ അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള്. ളുഹർ നിസ്കാരത്തിന്റെ സമയത്ത് ജുമാക്ക് 2 റകഅത്ത് നിസ്കാരവും അതിന്റെ ഫറലായ 2 റകഅത്ത് ഖുത്ബയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഫലാ തകല്ലമന്ന അഹദ് വമൻ തകല്ലമ ഫഖദ് ബല്ലഗ ഫലാ ജുമാഅത ല. ഖുത്ബയുടെ സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ ഖുത്ബ ബാത്തിലാവുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാള ഭാഷ എഴുതി വെച്ച മലയാള ഭാഷയുടെ പിതാവ് ഈ കേരളക്കരയിൽ ജീവിച്ച് മരിച്ച ഈ ഭാഷ നമ്മുടെ ഈ ഫറലാക്കപ്പെട്ട 4 റകഅത്തിൽ നിന്ന് 2 റകഅത്ത് ഖുത്ബ ഫറലാക്കുമ്പോൾ ആ ഖുത്ബയിൽ മലയാളം കടന്നു വന്നപ്പോൾ അതൊരു ഇസ്ലാമിൽ കൂട്ടിച്ചേർക്കുന്ന ഒന്നല്ലേ എന്നൊരു സംശയം. അതിനൊരു മറുപടി. അവസാനത്തെ ചോദ്യം വളരെ പ്രധാനമായ വിഷയമാണ്. ഒന്നാമതായി സഹോദരന്റെ ആ ഒരു ധാരണ അത് തിരുത്തേണ്ടതാണ്, തെറ്റിദ്ധാരണയാണ്. 2 റകഅത്തിന് പകരമല്ല ഖുത്ബ. അത് ഖുത്ബത്ത് തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള് എന്ന് മആശ വിളിക്കുമ്പോൾ നമ്മളെ പള്ളിയിൽ പറയുന്നുണ്ട് എന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ സുന്നി പള്ളിയിൽ പോയാൽ പ്രത്യേകിച്ചും കാണാം, ഇഖാമത്ത് വിളിക്കുമ്പോൾ വരെ ആളുകൾ കയറി വരുന്നുണ്ടാവും. അപ്പൊ അവര് 4 റകഅത്ത് നിസ്കരിക്കേണ്ടി വരുമല്ലോ. ഖുത്ബ കിട്ടിയിട്ടില്ല, അപ്പൊ പകരം 4 റകഅത്ത് നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇനി ഖുത്ബ പകുതി കിട്ടിയില്ല, അയാൾ എന്ത് ചെയ്യും? ഒരിക്കലും ളുഹർ ചുരുക്കി ജുമുഅ 2 ആക്കിയതല്ല. വെള്ളിയാഴ്ച ളുഹറില്ല, വെള്ളിയാഴ്ച ജുമുഅയാണുള്ളത്. വെള്ളിയാഴ്ച ദിവസം ളുഹറില്ല, ജുമുഅയാണുള്ളത്. അതുകൊണ്ടാണ് ളുഹറും അസ്റും ജംആയി നിസ്കരിക്കാം, ജുമുഅയും അസ്റും ജംആയി നിസ്കരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ളുഹറിന് പകരമല്ല ജുമുഅ. ജുമുഅ സ്വതന്ത്രമായ ഒരു നിസ്കാരമാണ്, ളുഹർ മറ്റൊന്നാണ്. അപ്പൊ ളുഹർ ചുരുക്കി 2 റകഅത്ത് നിസ്കാരവും ബാക്കി 2 ഖുത്ബയും എന്നതല്ല, അതിന് പ്രമാണത്തിന് പിൻബലമില്ല. നമ്മുടെ നാട്ടിൽ മആശ വിളിക്കുമ്പോൾ പറയാറുണ്ട് അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർള് എന്ന് പറയാറുണ്ടെങ്കിലും അത് ശരിയല്ല. അതോടുകൂടി തന്നെ മറ്റു ന്യായങ്ങളെല്ലാം ഇല്ലാതായി മാറി. ഇനി ഖുത്ബ മലയാള ഭാഷയിൽ എന്നതല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഖുത്ബ മാതൃഭാഷയിൽ എന്നതാണ് ശരി. മലയാളം ഇംഗ്ലീഷോ ഏതോ ആവട്ടെ, മാതൃഭാഷയിൽ. അത് എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, ലോകത്ത് എന്നാണോ ജുമുഅ ഖുത്ബ ആരംഭിച്ചത് അന്ന് മാതൃഭാഷയിൽ ഖുത്ബയും ആരംഭിച്ചിട്ടുണ്ട്. ജുമുഅ നമസ്കാരവും ഖുത്ബയും ആരംഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങൾ മാതൃഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചത്. നബിതങ്ങൾ മാതൃഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സാധാരണ സംസാരിക്കാൻ പാടുന്ന ഭാഷയും ഖുത്ബയ്ക്ക് മറ്റൊരു ഭാഷയും എന്ന് സ്വീകരിച്ചിട്ടില്ല. നബിയുടെ മാതൃഭാഷ അറബിയായിരുന്നു, അതുകൊണ്ട് അറബി നിർവഹിച്ചു. നബി തങ്ങളുടെ വഅലും അറബിയിലാണ്, നബിയുടെ കച്ചവടവും അറബിയിലാണ്, നബിയുടെ സംസാരവും അറബിയിലാണ്, നബിയുടെ തമാശകളും അറബിയിലാണ്, നബി തങ്ങളുടെ എല്ലാ വാക്കുകളും അറബിയിലാണ്, ഖുത്ബയും അറബിയാണ്. മാതൃഭാഷയിൽ നബി തങ്ങൾ ഖുത്ബ നിർവഹിച്ചു. നബിയുടെ ഖുത്ബ എന്തായിരുന്നു? നബിയുടെ ഖുത്ബ ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, കാന ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്താനി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 ഖുത്ബയുണ്ടായിരുന്നു. യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുത്ബക്കിടയിൽ നബി ഇരിക്കുമായിരുന്നു. യഖറഉൽ ഖുർആൻ,
ഖുത്ബയിൽ നബി തങ്ങൾ ചെയ്യാറുള്ള പണി യഖറഉൽ ഖുർആന, നബി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. അതാണ് നബിയുടെ ഖുത്ബ, അതാണ് ഖുത്ബയുടെ ഉദ്ദേശം. അത് എങ്ങനെ നടക്കുമോ അങ്ങനെയൊക്കെ നടക്കാം. അത് അറബി നടക്കുമോ അറബിയിലാവാം, അറബി നടക്കില്ല ഒരു സ്ഥലത്ത് ഇംഗ്ലീഷിലേ പറ്റൂ അവിടെ ഇംഗ്ലീഷിലാവാം. നടക്കേണ്ടത് എന്താണ്? യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. 50 കൊല്ലം സുന്നി പള്ളിയിൽ പോയി ഖുത്ബ കേട്ട ഒരാൾക്ക് പറയാൻ പറ്റുമോ ആ ഖുത്ബ കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ആ മാറ്റമുണ്ടായത്, ഞാൻ ആ തിന്മ ഒഴിവാക്കിയത്, ഈ നന്മ ഞാൻ ആരംഭിച്ചത് ആ ഖുത്ബയിൽ നിന്നാണെന്ന് പറയാൻ കഴിയോ? സ്വഹാബത്തിന് പറയാൻ കഴിയുമായിരുന്നു. സ്വഹാബത്തിന് ഓരോ ഖുത്ബയും മതം പഠിക്കാൻ അവസരമായിരുന്നു. ആ ഖുത്ബക്കനുസരിച്ച് അവരുടെ ജീവിതം മാറുകയായിരുന്നു. മുജാഹിദ് പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച മഴയ്ക്ക് വന്നാൽ തീർച്ചയായും ഇതിന്റെ മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. അവിടെ ഭാഷയ്ക്കല്ല ഇസ്ലാം പ്രാധാന്യം കൊടുത്തത്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. ആ ഹദീസിൽ നിന്നാണ് ഇമാം ഷാഫി തെളിവാക്കിയത് ഖുത്ബയിൽ ഉപദേശം ഫർളാണ്. ഖുത്ബയിൽ ഉപദേശം ഫർളാണ്, വഅദ് ഉപദേശം ഫർളാണ്. ഉപദേശം കിട്ടണം എന്നേ ഉള്ളൂ. ഭാഷ ഏതുമായിക്കോട്ടെ, മലയാളം തന്നെ വേണം, നമുക്ക് ഭാഷയില്ല, ഏത് ഭാഷയും ആവാം. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നതാണ് നടക്കേണ്ടത്. അത് നമ്മുടെ നാട്ടിൽ എങ്ങനെ നടക്കുമോ അങ്ങനെ നടക്കണം. ഈ നമ്മുടെ നാട്ടിൽ എന്ന് ആരംഭിച്ചു മലയാളത്തിലെ ഖുത്ബ എന്നാണെങ്കിൽ അത് കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഏത് കാലത്ത് ആരംഭിച്ചു നമുക്ക് അറിയില്ല. അല്ലാഹു അഅലം. മാലിക് ദിനാർ സംഘം വന്ന് 10 പള്ളി ഉണ്ടാക്കി കേരളത്തിൽ. ആ പള്ളിയിൽ ആ കാലത്ത് എങ്ങനെയാണ് ഖുത്ബ അറിയില്ല. അല്ലാഹു അഅലം. അവരിവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്, കച്ചവടം ചെയ്തിട്ടുണ്ട്, ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്, അവർ പ്രസംഗിച്ചിട്ടുണ്ട്, മതം പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമായും അറബിയിലായിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അവർ ഏത് രീതി സ്വീകരിച്ചു അറിയില്ല, ചരിത്രം ലഭ്യമല്ല. പക്ഷേ പഴയ കാലഘട്ടങ്ങൾ മുതൽ തന്നെ പല പള്ളികളിലും അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബയുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. സമസ്തക്കാർ വന്നതിന് ശേഷം അത് ഇല്ലാതാക്കി എന്നതാണ് വസ്തുത. സമസ്തയുടെ കോഴിക്കോട് മീൻചന്ത പ്രമേയം 1947 മാർച്ച് മാസത്തിൽ 47 മാർച്ച് മാസത്തിൽ കോഴിക്കോട് മീൻചന്തയിൽ നടന്ന സമ്മേളനത്തിൽ സമസ്ത പാസാക്കിയ പ്രമേയമുണ്ട്. അതിലാണ് ജുമുഅയുടെ ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നത് ശരിയല്ല എന്ന് പഠിപ്പിക്കുകയും എന്നിട്ട് അതിൽ പ്രത്യേകം പറഞ്ഞു അത്തരം ഖുത്ബ നടപ്പുള്ള പള്ളികളിൽ അത് നിർത്തലാക്കാൻ ഈ യോഗം ആവശ്യപ്പെടുന്നു. നടപ്പുള്ള പള്ളികളിൽ നിർത്തലാക്കാൻ ഈ യോഗം ആവശ്യപ്പെടുന്നു. അപ്പൊ അന്ന് വരെ നടപ്പുണ്ടായിരുന്നു. ആ യോഗം ആവശ്യപ്പെട്ട പ്രകാരം ചില പള്ളി നിർത്തലാക്കി, ചില പള്ളി ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല. അതിൽപ്പെട്ടാണ് മഞ്ചേരി ടൗണിലെ സുന്നി പള്ളി ഇപ്പോഴും നിർത്തലാക്കിയിട്ടില്ല. മഞ്ചേരി ടൗണിലെ സുന്നി പള്ളിയിൽ ഇപ്പോഴും മലയാളത്തിലാണ് ഖുത്ബ. അവിടെ ഈ യോഗം പാസ്സാക്കിയിട്ടും അവർ നിർത്തലാക്കിയിട്ടില്ല. അപ്പൊ സമസ്തക്കാര് വന്നപ്പോ അവർ ഉള്ളത് ഇല്ലാതാക്കി എന്നതാണ് വസ്തുത. എന്ന് തുടങ്ങിയതെന്ന് അല്ലാഹു അഅലം നമുക്ക് പറയാവുന്നതല്ല. ഏതായിരുന്നാലും നമ്മുടെ നാട്ടിലെ ഖുത്ബ യഥാർത്ഥ ഖുത്ബയല്ല, അത് ഗ്രന്ഥപാരായണമാണ്. ഹിജ്റ 300-കളിൽ ഈജിപ്തിൽ ജീവിച്ച ഇബ്നു നുബാത്ത എന്ന് പറയുന്ന ഒരാൾ നിർവഹിച്ച ഖുത്ബകളെ ക്രോഡീകരിച്ച് പുസ്തകമാക്കി അത് മാർക്കറ്റിൽ ലഭ്യമായപ്പോൾ ആ പുസ്തകം കൊണ്ടുവന്ന് വായിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഖുത്ബയല്ല. നബിതങ്ങളെ ഖുത്ബ ക്രോഡീകരിച്ച് സുദീഖ് റളിയല്ലാഹു ഖുത്ബ നിർവഹിച്ചിട്ടില്ല. സുദീഖ് റളിയല്ലാഹു ഖതീബായിരുന്നു, ഉമർ ഖത്താബ് ഖതീബായിരുന്നു. നബിയുടെയും അബൂബക്കർ സിദ്ദീഖിനെയും ഖുത്ബ അതേപടി കോപ്പിയടിച്ച് വായിക്കുകയല്ല ഉമർ ഖത്താബ് ചെയ്തത്. ഉമർ ഖത്താബ് മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ ഉസ്മാൻ അഫ്ഫാൻ കടന്നു വരുന്നു ജുമുഅക്ക്. ഇമാം ബുഖാരി ഹദീസാണ്. ഉമർ ഖത്താബ് ചോദിച്ചു മിമ്പറിൽ നിന്ന് അയ്യത സഅത്തിൻ ഹാദിഹി, സമയത്രായി ഇപ്പോഴാണോ വരുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു ഞാൻ അല്പം ശുഗലിലായിരുന്നു, സമയം ശ്രദ്ധിച്ചില്ല. ബാങ്ക് കേട്ടു, ബാങ്ക് കേട്ടപ്പോൾ ഫമാസിത്തു അലൽ വുളൂഇ, ബാങ്ക് കേട്ട ഉടനെ ഞാൻ വുളൂ ചെയ്തു, മറ്റൊന്നിനും സമയം കളഞ്ഞിട്ടില്ല, വുളൂ ചെയ്ത് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. ഉമർ ഖത്താബ് ചോദിച്ചു ഫൽ വുളൂ അയ്ള, വുളൂയിൽ മാത്രം താങ്കൾ ഒതുക്കിയോ? താങ്കൾക്കറിയില്ലേ നബി തങ്ങൾ പറഞ്ഞത് മൻ അത്തൽ ജുമുഅത ഫൽയഗ്തസിൽ, താങ്കൾ ആരെങ്കിലും ജുമുഅയ്ക്ക് വന്നാൽ അവൻ കുളിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾക്കറിയില്ലേ? മിമ്പറും വന്ന് ചോദിക്കാൻ അങ്ങോട്ട് ഉമർ ഖത്താബിനോട് ഉസ്മാൻ അഫ്ഫാൻ ഇങ്ങോട്ട് മറുപടിയും പറയുന്നു. അതായിരുന്നു സ്വഹാബത്തിന്റെ ഖുത്ബകൾ. നമ്മുടെ നാട്ടിൽ വായിക്കുന്ന നബാത്തി ഖുത്ബയുടെയും ശൈലി അതാണ്. സുന്നിപ്പള്ളിയിൽ വായിക്കുന്ന ഖുത്ബ ഉണ്ടല്ലോ, അതിനുമുള്ള ശൈലി അതാണ്.
അപ്പൊ അതൊരിക്കലും നിസ്കാരത്തിന് പകരമല്ല. മാത്രം നിസ്കാരം റഹ്മാനായ റബ്ബുമാരുടെ സംസാരമാണ്, ഖുത്ബ ജനങ്ങളുമായ സംസാരമാണ്. മിമ്പർമ ഇങ്ങോട്ട് നിൽക്കുക, നിസ്കാരത്തിന് പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ ഖുത്ബക്ക് കിഴക്കോട്ട് തിരിയുന്നത്. എന്നിട്ട് അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. നിസ്കാരം അതല്ല, നിസ്കാരം റബ്ബിനോടാണ്. അതിനിടയ്ക്ക് വേറെ ആരോടെങ്കിലും വല്ലതും പറഞ്ഞാൽ നിസ്കാരം പാത്തില്ല. ഖുത്ബ ജനങ്ങളോടാണ്. ഉസീക്കും ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതൊരിക്കലും രണ്ടും ഒരുപോലെ നമുക്ക് കാണാമതല്ല. ജുമുഅക്ക് ളുഹറിന് പകരമല്ല ജുമുഅ ഖുത്ബ. അത് തെറ്റിദ്ധാരണയാണ്, അത് പ്രമാണബദ്ധവുമല്ല. അതുകൊണ്ട് ഭാഷയേക്കാളേറെ ഖുത്ബയുടെ ഉദ്ദേശമെന്ത്? ഇഖ്റഉൽ ഖുർആൻ വയദക്കുൻ നാസ്. നബി ഞങ്ങൾ ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. അതാണ് നടക്കേണ്ടത്. അത് എവിടെ നടക്കുന്നുവോ അവിടെ നമ്മൾ എത്തിപ്പെടേണ്ടതും എന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ബുദ്ധിമായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു.